നമ്മളൊരു കുന്നിൻ ചരുവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പ്രത്യക്ഷപ്പെടൂ, എനിക്ക് വരം തരൂ. കുറേ ദിവസത്തെ നമ്മുടെ തപസ് കൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ കയ്യിൽ 25 ലക്ഷം രൂപയുണ്ട്. നമ്മൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ള തുകയും 25 ലക്ഷം രൂപയാണ്. ഇത് ഫാൻറ്റസിയാണ്, ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആർക്കെങ്കിലും ഒരാൾക്കേ തരുള്ളൂ 25 ലക്ഷം രൂപ. ആർക്ക് വേണം? സ്വാഭാവികമായിട്ടും നിങ്ങൾ കൈനീട്ടും, നിങ്ങൾക്ക് വേണമെന്ന് പറയും. ഞാൻ കൈനീട്ടും, എനിക്ക് വേണമെന്ന് പറയും, അല്ലേ? അപ്പോൾ ദൈവം ആവർത്തിക്കും, ആർക്കെങ്കിലും ഒരാൾക്ക് തരാം. നമ്മൾ തമ്മിൽ തർക്കാവും, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അപ്പോൾ ദൈവം നമ്മളോട് ഇതേ ചോദ്യം ചോദിക്കുകയാണ്, എന്തിനു വേണ്ടി നിങ്ങൾക്ക് ഈ പണം വേണം? അപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഒന്ന് അടിച്ചു പൊളിക്കണം, കുറേ ലോകമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം, ഒന്ന് ജീവിതം ഒന്ന് രസകരമാക്കണം, സൂഹിക്കണം. ദൈവം നിങ്ങളോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, എൻ്റെ മോളുടെ കല്യാണമാണ്, ഇനി 10 ദിവസം കൂടിയുള്ളൂ, എനിക്കതിനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കതിനു വേണ്ടി ഇത്രയും പൈസ വേണം. ഈ ക്വസ്റ്റ്യന് നമ്മൾ രണ്ടുപേരും ഉത്തരം കൊടുത്തു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുക. നിങ്ങളാണ് ദൈവമെങ്കിൽ നിങ്ങൾ ഇതിൽ ആർക്ക് ഈ 25 ലക്ഷം രൂപ കൊടുക്കും? അങ്ങനെയൊന്നുമില്ല, കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്ന ഒരുത്തനാണോ, അതോ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായ ഒരു ലക്ഷ്യം പറഞ്ഞ, ഒരു കാരണം ബോധിപ്പിച്ച ഒരാൾക്കാണോ നിങ്ങൾ ദൈവമാണെങ്കിൽ പൈസ കൊടുക്കുക? ഉത്തരം സ്പെസിഫിക് ആണ്. 25 ലക്ഷം രൂപ അത്യാവശ്യക്കാരന് കൊടുക്കും. ഒരു മോളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെ സ്വപ്നമാണ്. അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അയാളുടെ ചികിത്സയ്ക്കായിട്ട് പണം കണ്ടെത്തുക എന്ന്